വീണ്ടും വരുന്ന ദൈവത്തിൻ്റെ ദിവിശുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നൊരുകൾ കൂടെ നമുക്ക് ദൈവസ്ഥനിലായിരിക്കുവാനും മാറ്റമില്ലാത്തവൻ്റെ വചനത്തെക്കുറിച്ച് ചിന്തിക്കുവാനും സ്വർഗം നമുക്ക് നൽകിയിരിക്കുന്ന നല്ല സമയത്തിന് സ്തോത്രം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകങ്ങൾ എബ്രായർക്കെതിരെ ലേഖനം 15-ാം അധ്യായം നല്ലൊരു വാക്യത്തെ കുറിച്ച് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. നമുക്ക് മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയില്ലാത്തവനല്ല, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിൽ അടുത്ത് ചെല്ലുക. ഇന്ന് ലോകത്തിലേക്ക് നാം നോക്കുന്നതായ സമയം അനേക മനുഷ്യർ അവർ വഴിതെറ്റി ജീവിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പല സന്ദർഭങ്ങളിലും നമ്മൾ ഇപ്രകാരമുള്ളതായ വ്യക്തികളെ കാണുകയും നാം അവരോട് സംസാരിക്കുകയും ചെയ്യുന്നതായ സമയങ്ങളിൽ അവർക്ക് പലപ്പോഴും പറയാൻ സാധിക്കുന്നത്, എനിക്ക് ഇത് വിട്ടു വരുവാൻ സാധിക്കുകയില്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്ര ശ്രമിച്ചാലും പലപ്പോഴും വീണു പോകുന്നു എന്ന് അവർ പറയുന്നത് കാണുവാൻ സാധിക്കുന്നു. വേദപുസ്തക അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന സമയം നമുക്ക് അറിയുവാൻ സാധിക്കുന്നതോ, ഈ ലോകത്തിൻ്റെ രാജാവായിരിക്കുന്ന പിശാച് അനേക മനുഷ്യരുടെ ഹൃദയങ്ങളിൽ അവരുടെ ജീവിതത്തെക്കുറിച്ച് അവർക്ക് നല്ലൊരു ചിന്തയോ ബോധമോ ഇല്ലാത്തതും അവരുടെ ജീവിതത്തിൽ അവർ ഏറ്റവും മോശമായി ജീവിക്കുന്ന വ്യക്തികളാണ് എന്നും അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അവർക്കൊരു തിരിച്ചുപോക്കുണ്ടാകുകയില്ല എന്നുള്ളതായ ഒരു ചിന്ത അവരിലേക്ക് പിശാച് കൊണ്ടുവരുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അതുതന്നെയാണ് നമ്മുടെ ആദ്യ മാതാപിതാക്കളിലും പിശാച് കൊണ്ടുവന്നതായ ചിന്ത. ആദ്യ മാതാപിതാക്കൾ മാത്രമല്ല, അവരുടെ പിൻതലമുറക്കാരിലും പിശാച് കൊണ്ടുവന്നതായ ചിന്ത ഇത് തന്നെയാണ്. നമുക്ക് ദൈവസന്നിധിയിലേക്ക് തിരിച്ചു പോകുവാനോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്നതായ പരീക്ഷണങ്ങളെ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് മറികടന്നു പോകുവാനും സാധിക്കാത്ത വിധം ദൈവം നമ്മളെ ഒക്കെയും ഒഴിവാക്കിയിരിക്കുന്നുവെന്ന് ചിന്തയും വിചാരങ്ങളും ഇന്ന് പിശാച് പലരിലേക്കും കൊടുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അപ്രകാരമുള്ളതായ ഒരു ജീവിതത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ക്രിസ്തു നമുക്ക് പലപ്പോഴും ഉദാഹരണമായി കർത്താവ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ പരസ്യസൂക്ഷ വേളയിൽ കർത്താവിനോട് ചോദിക്കുന്നതായ ഒരു ചോദ്യമുണ്ട്, നസറത്തിൽ നിന്നും നന്മ വരുമോ എന്നുള്ളതായ ചോദ്യം. എന്തുകൊണ്ടാണ് അപ്രകാരം അന്ന് ആ സമൂഹം ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നസ്രയത്തിലെ ജീവിതം എന്ന് പറയുന്നത് അത്രയ്ക്കും മ്ലേച്ഛമുള്ളതായിരുന്നു. അത്രയ്ക്കും വൃത്തിഹീനമായിരിക്കുന്നതായ ജീവിതശൈലി, അവരുടെ ജീവിതത്തിൽ ആത്മീയത എന്ന് പറയുന്നത് ഒട്ടും തന്നെ ലേശം പോലും അവർക്ക് ഇല്ലാത്തതായ ഒരു ജീവിതം. ജീവിതത്തിൽ ഏറ്റവും മ്ലേച്ഛമായി ജീവിക്കുന്നതായ ഒരു സമൂഹത്തിൽ നിന്നാണ് രക്ഷകനായിരിക്കുന്ന ക്രിസ്തു കടന്നു വന്നത്. അതുകൊണ്ടാണ് അവരന്ന് ചോദിച്ചത്, നസറത്തിൽ നിന്നും എന്തെങ്കിലും നന്മ ലഭിക്കുമോ എന്ന്. പക്ഷേ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു വലിയൊരു സത്യം എന്ന് പറയുന്നത്, ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നാം അനുഭവിച്ചതിനേക്കാളും എത്രയോ 10 മടങ്ങ് ക്രിസ്തു പരീക്ഷണങ്ങളെ അഭിമുഖീകരിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു മനുഷ്യനായി തന്നെയാണ് പിറന്നതും മനുഷ്യനായി തന്നെയാണ് ജനിച്ചതും മാനുഷികമായിരിക്കുന്നതായ ചിന്തകളും വിചാരങ്ങളും ഒക്കെയും ഉള്ളതായ ക്രിസ്തുവിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ അപ്രകാരം ജീവിച്ചതായ ക്രിസ്തു എങ്ങനെയാണ് ഈ പിശാചിൻ്റെ പോരാട്ടങ്ങളൊക്കെയും തനിക്ക് മറികടക്കുവാൻ സാധിച്ചതെന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്, ക്രിസ്തുവും ദൈവവും തമ്മിലുണ്ടായിരുന്ന ഈടാർന്ന ബന്ധം, ദൈവവുമായിട്ടുള്ളതായ തൻ്റെ ഏറ്റവും ചെലവഴിക്കുന്നതായ സമയങ്ങളിൽ ദൈവത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്നതായ ജ്ഞാനം, വിവേകം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തന്നെയാണ് കർത്താവായ യേശുക്രിസ്തുവിനെ ഈ പിശാചിൻ്റെ പോരാട്ടങ്ങൾ നോക്കുകയും കർത്താവായ യേശുക്രിസ്തുവിനെ വിജയിക്കുവാൻ സാധിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. എന്തുകൊണ്ട് നാം പരാജയപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായ സത്യം എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മുടെ ജീവിതം ക്രിസ്തുവിനെ പോലെ ദൈവവുമായിട്ട് നമുക്ക് അടുത്ത് നിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മൾ ഈ ലോകത്തിൻ്റെ ലൗകികമായിരിക്കുന്ന ജീവിതത്തിലേക്ക് നമ്മളെല്ലാവരും കൂടുതൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അതിനുവേണ്ടി നമ്മുടെ സമയങ്ങൾ നമ്മൾ ചിലവാക്കുകയാണ്. നമുക്ക് ലഭിക്കുന്നതായ ചില നിമിഷങ്ങൾ പോലും നമ്മൾക്ക് ദൈവവചനത്തിലോ പ്രാർത്ഥിക്കുന്നതിനോ ധ്യാനിക്കുന്നതിനോ നമ്മൾ ആരും കണ്ടെത്തുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, പല സന്ദർഭങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ ചെറിയ പ്രയാസങ്ങളിൽ, നമുക്ക് ഉണ്ടാകുന്നതായ ചെറിയ ബുദ്ധിമുട്ടുകളിൽ, സാമ്പത്തിക ക്ലേശങ്ങളാണെങ്കിലും മാനസികമായിരിക്കുന്ന പ്രയാസങ്ങളാണെങ്കിലും നാം താറടിയായി ഇല്ലാതെ നമ്മൾ നിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഈ പിശാച് കൊണ്ടുവരുന്നതായ പരീക്ഷണങ്ങളെ പലപ്പോഴും നമുക്ക് എതിർത്ത് നിൽക്കുവാൻ നമുക്ക് സാധിക്കാത്തതും ആണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്കെതിരെ ലേഖനത്തിൽ കൂടെ നമ്മളോട് പറയുന്നത്, കർത്താവായ യേശുക്രിസ്തു പോയിരിക്കുന്നതായ പാതയിൽ അദ്ദേഹത്തിന് പാപം ചെയ്യാമായിരുന്നു. കർത്താവായ യേശുക്രിസ്തു സഞ്ചരിച്ചതായ മേഖലകളിൽ അദ്ദേഹത്തിന് പാപം ചെയ്യാനുള്ളതായ അനേക അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷേ ക്രിസ്തു അതിനൊക്കെയും എന്ത് ചെയ്തു?
തോൽപ്പിച്ചു എന്ന് പറയുകയാണ്. അപ്രകാരം തോൽപ്പിച്ചതായി ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്കാണ് നമ്മൾ ഓരോരുത്തരും കടന്നു ചെല്ലുകയും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്ഷമ ചോദിക്കണമെന്ന് പൗലോസ് പറയുന്നത്. എബ്രായർക്ക് ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വാക്യത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നതാണ്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായിപ്പാനുമുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിൽ അടുത്ത് ചെല്ലേണ്ടതാകുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം ഇന്ന് നമുക്കാരുമില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നാം പാപികളാണ് നമ്മൾ ചിന്തിക്കുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നാം അധൈര്യപ്പെട്ട് ദൈവസന്നിധിയിൽ പോകുവാൻ സാധിക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നുവെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയജനമേ, ഇന്ന് നമ്മളോട് വചനം സംസാരിക്കുന്നത് നീ അധൈര്യപ്പെടേണ്ട ആവശ്യമില്ല. നീ ധൈര്യത്തോടു കൂടി തന്നെ ക്രിസ്തുവിൻ്റെ മുന്നിലേക്ക് കടന്നു ചെല്ലാം. നീ ധൈര്യത്തോടു തന്നെ നിന്റെ പാപങ്ങളെ നിനക്ക് ഏറ്റു പറയാം. നീ ധൈര്യത്തോടു കൂടി തന്നെ നിന്റെ അപേക്ഷകളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കാരണം ഇതൊക്കെയും ക്രിസ്തു കാണുകയും ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ വരികയും ഇതൊക്കെയും വിജയിച്ച ക്രിസ്തു നിശ്ചയമായിട്ടും എനിക്കും നിങ്ങൾക്കും അപ്രകാരം ബലം നൽകും. ആകയാൽ ഇന്ന് നാം പ്രാർത്ഥിക്കുക, ദൈവമേ എൻ്റെ ബലഹീനതകളെ അവിടുന്ന് മാറ്റണം. ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു പുതിയൊരു സൃഷ്ടിയായി ജീവിക്കുവാൻ എന്നെ അവിടുന്ന് സഹായിക്കണം. ദൈവം എന്നെയും നിങ്ങളെയും അവിടുന്ന് അധികമായി ബലപ്പെടുത്തട്ടെ. നമ്മൾ പുതിയ വർഷത്തിൽ നമ്മൾ എടുത്തതായ തീരുമാനം, നമ്മൾ ഒരു പുതിയൊരു സൃഷ്ടിയായി ജീവിക്കുമെടുത്ത തീരുമാനം ഇന്നും നമുക്കത് ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടെ നമുക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മളെ തന്നെ നമുക്ക് താഴ്ത്തി പരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ കണ്ണുകളടച്ചൊരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നീതിമാനുമായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട ദൈവമേ, തിരുനാമത്തിനായി സ്തോത്രം ചെയ്തോളുന്നു. ഇന്നടിയങ്ങൾ കേട്ടതാ വചനത്തിനായി സ്തോത്രം. അടിയങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിൽ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നൽകിയിരിക്കുന്നതായ രക്ഷയ്ക്കായി സ്തോത്രം ചെയ്തോളുന്നു. പിതാവേ, അനേക സന്ദർഭങ്ങളിൽ അടിയങ്ങൾ പാപികളാണ്. അടിയങ്ങളുടെ ജീവിതത്തിൽ അടിയങ്ങൾ അങ്ങിൽ നിന്നും അനേക സമയങ്ങൾ ഓടിപ്പോകുമ്പോഴും അടിയങ്ങളുടെ സ്നേഹത്തോടു കൂടെ വിളിച്ചു നിർത്തുന്ന ക്രിസ്തുവിനായി സ്തോത്രം ചെയ്തോളുന്നു. ഇന്ന് കേട്ടതായ വചനത്തിനായി സ്തോത്രം. അടിയങ്ങൾ അവിടുന്ന് ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. അടിയങ്ങൾ ദൈവസന്നിധിയിൽ അടിയങ്ങളെ പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ അവിടുന്ന് ക്ഷമിക്കുകയും അടിയങ്ങളെ അവിടുന്ന് ശക്തീകരിക്കുകയും ചെയ്യുവാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം അപ്രകാരമുള്ളതായിരിക്കട്ടെ. അടിയങ്ങൾ പാപത്തിൽ നിന്നും വിടുതൽ നൽകി അടിയങ്ങൾ ക്രിസ്തു എന്നതായ രക്ഷിതാവിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ അടിയങ്ങൾ അവിടുന്ന് പ്രാപ്തമാക്കണമെന്ന് ക്രിസ്തുവേശു മാത്രം അടിയങ്ങളിൽ അദ്ദേഹം പിതാവേ. ആമേൻ.